ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ മല്ലി ഒരുപാട് നാളങ്ങനെ കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുമെന്നാണ് കാണിച്ചു തരുന്നത്. നമ്മുടെയൊക്കെ വീടുകളിൽ മല്ലി വെറുതെ വെച്ച് കഴിഞ്ഞാൽ പൂത്തു പോകും. അങ്ങനെയൊന്നുമില്ല, എത്ര വർഷം വേണേലും ഇങ്ങനെ വെച്ചാൽ ഇരിക്കുവേ. എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം, നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ഷിൽജി വ്ളോഗ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഇതുപോലെ മല്ലി സൂക്ഷിക്കാൻ അറിയാത്ത ഒത്തിരി പേരുണ്ട്. സാധാരണ മല്ലിയെല്ലാം പൂത്തു പോകും നമ്മളിങ്ങനെ വെച്ചാൽ. വറുത്തരച്ച കറി വെക്കാനൊക്കെയാണെങ്കിൽ നമുക്ക് മല്ലി ആവശ്യമല്ലേ. ആ സമയത്തൊക്കെ മല്ലി എടുക്കുമ്പോഴത്തേക്ക് പൂക്കാതെ നമുക്ക് ഫ്രഷായിട്ട് തന്നെ എടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഏറെ നാൾ സൂക്ഷിച്ചു വെക്കുന്ന മല്ലി ഉണ്ടല്ലോ, ആദ്യം കഴുകി വാരി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണങ്ങണേ. നല്ല കരികര ഉണങ്ങിയിട്ട് വേണം ഇത് നമുക്ക് ഇതുപോലെയാക്കി എടുക്കാൻ. ഇപ്പം ഞാൻ ഒരു 250 ഗ്രാം മല്ലിയാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലോണം വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണങ്ങിയതാണ്. ഇതൊരു പാനിലിട്ടൊന്ന് ചൂടാക്കണം. സിം ഓടിയിട്ട് വേണം ചൂടാക്കാൻ. തീ കൂട്ടി കൊടുക്കരുത്, നല്ലോണം ഇളക്കി കൊടുക്കണം. മല്ലി അടിയിൽ പിടിക്കരുത്. ഒരുപാട് ചൂടും വേണ്ട കേട്ടോ. ചെറിയ തീയിലിട്ട് കുറേ നേരം ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ആ മല്ലി ആവശ്യത്തിന് നമുക്ക് കരികരാ കിട്ടും. ഇപ്പം നമ്മുടെ മല്ലി നല്ലോണം മൂത്ത് വരുന്നുണ്ട്. ഈ സമയമാകുമ്പോൾ ഞാനൊരു ടിപ്സും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ മല്ലിപ്പൊടിയൊന്നും കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്കിതുപോലെ ഫ്രഷായിട്ടും വൃത്തിയായിട്ടും ഉണ്ടാക്കിയെടുക്കാനുള്ളതേ ഉള്ളൂ. ഇനി ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം മല്ലിയൊന്ന് മൂത്ത് വരുന്ന സമയത്ത് മതി. ഇതിനൊരു മണം കിട്ടാനും അതുപോലെ ഒരുപാട് നാൾ ഫ്രഷായിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കറിവേപ്പിലയും ഈ മല്ലിക്കകത്ത് കിടന്ന് നല്ലോണം ഒന്ന് മൂക്കണം. മൂത്താൽ മാത്രമേ ഉള്ളൂ കരികര അതും കിട്ടത്തുള്ളേ. ഇനി ഇതൊന്നുകൂടി ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് കൊണ്ട് ഇപ്പം നമ്മുടെ മല്ലിയൊക്കെ നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഒടിച്ചാൽ നമ്മുടെ മല്ലി ഒടിഞ്ഞ് കിട്ടും. ആ പാകത്തിന് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിരിക്കുന്ന ഒരു പോളിത്തീൻ ബാഗാണ്. നിങ്ങളുടെ കയ്യിൽ സിപ്പ് ലോക്ക് കവർ ഉണ്ടെങ്കിൽ അതെടുത്തേച്ചാൽ മതിയേ. അതിലേക്ക് നമുക്ക് ഈ മല്ലി ഇട്ട് കൊടുക്കാം. മൊത്തം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ടൈറ്റാക്കി വെക്കണം. ഒന്നെങ്കിൽ ഒരു സ്റ്റേപ്ലർ വെച്ച് പിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇത് നല്ല ഒട്ടിച്ചെടുക്കണം. ഇപ്പോൾ കറിവേപ്പിലയൊക്കെ അതുപോലെ തന്നെ ഫ്രഷായിട്ടാണ് കിടക്കുന്നത്, പക്ഷെ നല്ല മൂത്തിട്ടുണ്ട് കേട്ടോ. ഇനി മൊത്തത്തിൽ നമുക്കിതൊരു ബാഗിലേക്ക് ഇടാം. ഇതുപോലത്തെ ഒരുപാട് ടിപ്സുകൾ ഞാൻ ഇടുന്നുണ്ട്. എല്ലാവരും സമയം കിട്ടുമ്പോൾ അതൊന്ന് പോയി കണ്ട് അതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ എല്ലാ കൂട്ടുകാരും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതിനടുത്ത് ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ആക്കണം. ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവേ. ഇനി ഞാനിത് നല്ല ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്റ്റാപ്ലർ വെച്ച് പിൻ ചെയ്യുന്നുണ്ട്. ഇനി ഇങ്ങനെ ചെയ്തില്ലെങ്കിലും നല്ല നമുക്കൊന്ന് ഉരുക്കിയെടുത്ത് വെച്ചാൽ മതി സൈഡ് വശം. ഒട്ടും കാറ്റ് കയറില്ല കേട്ടോ. പിന്നെ ആവശ്യത്തിന് എടുക്കാനുള്ളത് കണക്ക് കൂട്ടി കുറച്ച് കുറച്ചായിട്ട് പാക്കറ്റിൽ വെക്കണം. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പൊട്ടിക്കണ്ടല്ലോ. ഇങ്ങനെ സൂക്ഷിക്കുവാണെങ്കിലല്ലേ എത്ര കാലം വേണേലും മല്ലി അതുപോലെ ഇരുന്നോളും. ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ, പുറത്ത് വെക്കുകയേ വേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുളകാണേലും നമ്മൾ ഇതുപോലെ തന്നെ ഉണക്കി ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഉണ്ടല്ലോ അത് എത്ര കാലം വേണേലും ഇരിക്കും. നല്ല കെട്ടി വെക്കണം, പക്ഷേ ആ തണുപ്പത്തിരിക്കാൻ കരികര തന്നെ ഇരുന്നോളും കേട്ടോ. ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് മല്ലി സൂക്ഷിക്കുന്ന വിധം. ഇതുപോലെയൊക്കെ റംസാനിലൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടും. എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി ഞാൻ ഇതിലും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.